പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവി നാശീശുന്ന മോഹനാ ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയുടെ സാന്നിധ്യത്തിൽ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷിബിനെയും അനിറ്റയെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും ഒക്കെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തരണം ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ജന്മം നൽകിയ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്ന ഷിബിൻ്റെ പപ്പയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആഘോഷങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആഘോഷത്തിൽ എത്തിച്ചേരുന്ന എല്ലാവരെയും, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യാത്രയെ ഈശോയുടെ സന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് അനിറ്റയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഭാരതത്തിലെ സകല വിശുദ്ധാത്മാക്കളെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ ആഘോഷത്തെയും ഇവരുടെ കുടുംബജീവിതത്തെയും ഇവരുടെ ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ പുറമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും പ്രത്യേകിച്ച് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷെബിൻ്റെ മേലും അനിറ്റയുടെ മേലും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മേലും ഇവിടെ സമ്മേളിതരായിരിക്കുന്ന എല്ലാവരുടെ മേലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my തോമസ് കുഴിയാനിലച്ചൻ അച്ഛൻ നമ്മുടെ പേരാറുള്ള ആശ്രമത്തിന്റെ സുപ്പീരിയർസിനാണ്. അച്ഛൻ വലിയൊരു പ്രഗത്ഭനായ ധ്യാനഗുരു കൂടിയാണ്. നമ്മുടെ അനിറ്റയുടെ അങ്കിളുടെ കൂട്ടുകാരനാണ്. അപ്പം ഈ അനിറ്റയ്ക്കും ഷിബിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ്റെ ഒപ്പം കടന്നു വന്നതാണ്. അടുത്തത് നമ്മുടെ സഭാസനച്ചനാണ്. അച്ഛൻ പനാവരം ആശ്രമത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു ധ്യാനഗുരുവാണ്. അച്ഛനെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ ചുങ്കപ്പള്ളിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് ഷെബിനെയും അനിറ്റയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശ്രമിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് കണ്ണടയച്ചനാണ്. അച്ഛൻ അനിറ്റ അങ്കിളാണ്, അമ്മയുടെ ആങ്ങളയാണ്. ഒരുപാട് നാളത്തെ വലിയൊരു ആഗ്രഹം കൂടിയാണ് അച്ഛൻ്റെ അനിറ്റയുടെ കല്യാണത്തിന് വരാനും ലീവിന് വന്നതാണ്. അപ്പം ഈ പങ്കെടുക്കാനായിട്ട് അച്ഛനെ സാധിച്ചു.
അച്ഛനെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ ഇടവകയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ കൂദാശ കല്യാണം വിവാഹം കൂദാശ നമ്മുടെ അനിറ്റയുടെ കസിനായ ജൂബിൻ ടി വി അച്ഛനാണ്. അച്ഛനെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ ഇടവകയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള തൊട്ടടുത്തുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ സന്തോഷച്ചനാണ്. അച്ഛൻ മാനന്തവാടി രൂപതയിലെ മിഷൻ ലീഗിന്റെ ഡയറക്ടർ അച്ഛനും കൂടിയാണ്. അച്ഛനും ഈ നമ്മുടെ അനിറ്റയുടെ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള, നല്ല ആഴമായ ബന്ധമുള്ള ഒരു വൈദികൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കല്യാണത്തിന് അച്ഛൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ കടന്നു വന്നത്. അച്ഛനെയും വേറെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വികാരി അച്ഛനായി ഞാനുണ്ട്, അതോടൊപ്പം നമ്മുടെ ആന്റണി അച്ഛനുണ്ട്. ആന്റണി അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും ഷെബിന്റെ ഭാഗത്തു നിന്നുള്ള അച്ഛന്മാരാണ്. ഏറ്റവും കൂടുതൽ ഷെബിൻ ഞങ്ങൾക്ക് വളരെ മിടുക്കനായ ഒരു വ്യക്തിയാണ് ഷെബിൻ. ഇന്നേ ദിവസം നമുക്ക് വേണ്ട എല്ലാ കാര്യവും ക്രമീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനാണ്. അച്ഛനെയും വേറെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ഒരു കൂദാശയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ധാരാളം പെട്ടെന്ന് ഇവര് ഉടനെ അങ്ങോട്ട് തന്നെ പോകും. ഷാച്ചന്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു വിവാഹം, എങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. ഈ വിശുദ്ധബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഇവർ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം ദൈവാനുഗ്രഹത്തിന്റെ ജീവിതമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ വിശുദ്ധബലിയിലേക്ക് സമർപ്പിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന പപ്പായെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഈ വിശുദ്ധബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിയോടുകൂടെ ഈ വിശുദ്ധബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ
ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു പോകും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സെബാസ്റ്റ്യനച്ച, ജോഷിയച്ച, സന്തോഷച്ച, ജിബിനച്ച, ആന്റണിയച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കുന്നത്തേട്ട് കാഞ്ഞിരക്കുളം കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും സ്നേഹമുള്ള ഇന്ന് വിവാഹിതരാകുന്ന ഷെബിൻ, അനിറ്റ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും സീരിയസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ കുറയില്ല. എൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് സന്തോഷത്തോടെ ചിരിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ നല്ല പ്രസംഗം കേൾക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര നല്ല പ്രസംഗം ആവണം നിർബന്ധമില്ല. സ്നേഹമുള്ള അനിറ്റ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞത്, ചേട്ടാ ഈ പ്രസംഗം പറഞ്ഞാൽ മതി എന്നാണ്. ഈ പ്രസംഗം കഴിയുമ്പോൾ അനിറ്റ മിക്കതും പറയും, ഈ ചേട്ടാ ഈ പ്രസംഗം പറയണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഇവര് ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഇവിടെ ആയിരിക്കുകയാണ്. ഇവര് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇന്നേ ദിനത്തില് ഏറ്റവും സ്നേഹമായ, ഏറ്റവും വിശിഷ്ടമായ വിവാഹമെന്ന ഒരു ഉദാശ, വിവാഹമെന്ന ദൈവവിളി. നമ്മള് പൗരോഹിത്യവും സന്യാസ ജീവിതവും ഒക്കെ ദൈവവിളി എന്ന് പറയുമ്പോൾ മറന്നു പോകുന്ന ഒരു വലിയ ദൈവവിളിയാണ് വിവാഹമെന്ന ഉദാശ. അതുപോലെ തന്നെ ഷെബിന്റെ പരാതിയും അതുപോലെ തന്നെ ആയിരിക്കും. ഈ അനിറ്റ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, അതുകൊണ്ട് വഴക്കടിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയം ലഭിക്കുന്നില്ല. കാരണം അനിറ്റ എന്നെ അമിതമായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായിട്ടാണ് വിവാഹം എന്ന പ്രദാശയിലൂടെ ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കുന്നത്. ഈ 6 വർഷക്കാലം നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട്, നിങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഇനിയുള്ള ജീവിതത്തിലെ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ആഘോഷമായി വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി ഷെബിനെയും അനിറ്റയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ എടുത്ത ഈ തീരുമാനം അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ വിവാഹ ഉടമ്പടി ഉറപ്പിച്ച് നിങ്ങൾ പ്രതിജ്ഞയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതൊരു വലിയൊരു പ്രതിജ്ഞയാണ്. സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ഏതവസ്ഥയിലും ദാരിദ്ര്യം, രോഗം, എന്തവസ്ഥ വന്നാലും ഇപ്പൊ കാണുന്ന ഷെബിനെ അല്ല കുറച്ചു കഴിഞ്ഞ് അനിറ്റ കാണുക. അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് രോഗം ഷെബിന് വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ അനിറ്റയ്ക്ക് വന്നാലും, മരണം വരെ ഏതവസ്ഥയിലും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിച്ചു കൊള്ളാമെന്ന് തിരുവചനം സാക്ഷിയായിട്ട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ.
ആദിയിൽ പുരുഷന് ജീവിത സംഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന യോഗ്യതയോടെ വരെ കർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനിറ്റയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനിറ്റ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഷെബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുന്നു. വധുവരന്മാര് വലത്തുകരം ചേർത്ത് പിടിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ ആശീർവദിച്ചതിന് ശേഷമേ കൈയ്ക്ക് കാവളം ഓർമ്മപ്പെടുത്തുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശിവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മുടെ അമ്മയായ പരിശുദ്ധത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകലത്തിന്റെയും പ്രാർത്ഥനായകരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം പരിപാലിക്കട്ടെ.
എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. ബാല്യകാല പൊയ്കയിൽ നീ ഏതോ നാളിൽ വല്ലിയാമ്പൽ ചെണ്ടുപോലെ താനേ വന്നേ. കാണാൻ കൊതിച്ചേ നിന്നെ ഞാനാ മുഖത്തു ചന്തം. കാലം കടന്നേ മെല്ലെ മോഹം വളർന്നേ പെണ്ണേ. അന്നുമെന്നും നെഞ്ചിനുള്ളിൽ നീയേ മാത്രം. എൻ